പാലക്കാട് തച്ചനാട്ടുകരയിൽ 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നെന്ന് ബന്ധുക്കൾ. 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ പ്രശാന്തും ബന്ധുക്കളും ആരോപിച്ചു. ചോളോട് സ്വദേശിനി ആശിർ നന്ദയെ കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയത് സ്കൂൾ അധികൃതരുടെ മാനസിക പീഡനത്തെ തുടർന്നെന്ന് ആരോപണം. രക്ഷിതാക്കളും വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരും സ്കൂളിലെത്തി പ്രതിഷേധിച്ചതിനെ തുടർന്ന് പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 അധ്യാപകരെ മാനേജ്മെന്റ് പുറത്താക്കി. ശ്രീകൃഷ്ണപുരം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയാണ് തിങ്കളാഴ്ച സ്കൂൾ വിട്ടുവന്നതിനു ശേഷം വീടിന്റെ 2ാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂളിൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുന്നതായും ഇതേ തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നുമാണ് പരാതി. എന്നാൽ വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. എന്നാൽ മാനേജ്മെന്റിനെതിരെ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു മുൻ അധ്യാപികയുടെ വാക്കുകളിലേക്ക് പോയാലോ? ആരോപണം നേരിടുന്ന ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ മുൻ അധ്യാപിക വന്ദനയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ ടീച്ചർ നേരത്തെ തന്നെ സ്കൂളിനെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ടീച്ചർ അങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ അവിടെ ടീച്ചേഴ്സിന്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പൊ ടീച്ചേഴ്സ് മാത്രം അതിൽ ഉത്തരവാദിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സ് ഒരുപാട് എഫേർട്ട് അവിടെ എടുക്കുന്നുണ്ട്. തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റേതല്ല എന്ന് തോന്നുന്ന നിമിഷം അധ്യാപകൻ ആ വിദ്യാലയം വിട്ട് ഇറങ്ങണം. പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം അധ്യാപകരും സ്കൂൾ അധികൃതരും. പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല സ്കൂൾ നയിക്കുന്നവർ. ഇനി നിങ്ങൾ പറയൂ, നമ്മുടെ കുട്ടികൾ ആരുടെ കയ്യിലാണ് സുരക്ഷിതർ? ഇനി ഇതുപോലെ ഒരു വിദ്യാർത്ഥിക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.